നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ ബൈക്സ് വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പം കുറേ നാളെ ഇന്ത്യൻ ബൈക്സ് കളിച്ചിട്ട് അപ്പം നമുക്ക് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് വളരെ പണ്ട് വന്ന അപ്ഡേറ്റാണ്. ഫോൺ ഡൗൺ ഔട്ട് ഫോണൊന്നോ ഫോണോ ഉള്ളതോ ഗായ്സ്, എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അടിക്കാറപ്പ പക്ഷെ ഫോൺ കൊണ്ടുപോകുന്നില്ല. എന്താണ് അങ്ങനെ ഭാഗ്യത്തിന് കിട്ടി. നമുക്ക് അഡ്ജസ്റ്റ് ടൂറിൽ പോവാം. അഡ്ജസ്റ്റ് റൂട്ടിലേക്ക് പോവാം. നമുക്ക് ആ സ്കെയിലിട്ടുണ്ടാവും. അപ്പോൾ വേറെ സോറി ആപ്പ് ചെറുതായിട്ടൊന്നും എന്തിനോ പിടിച്ചമർത്തി. ഫയൽ ലോഡഡ്. ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. നമുക്ക് നെറ്റ് നോക്കിടാം. ഓക്കെ, ഇനി നമുക്ക് ഗെയിമിൽ കയറാം. ഇങ്ങനെയാണ് നമ്മൾ സ്കെലിറ്റൻ്റെ എടുക്കുക. ഇപ്പം ഞാൻ നേരത്തെ സ്കെലിറ്റൻ്റെ പ്ലഗ് ഇൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പല്ലിക്ക് പേസ്റ്റ് ആയതോടെ ഓക്കെ. ക്രീം കുട്ടിച്ചാത്ത അപ്പം എത്ര അറിയും തോന്നുന്നു. ദൈവമേ, പ്ലെയറാണോ സ്കെലിറ്റൺ ആണോ? ഇപ്പൊക്കെ എന്തോ ഒരു പ്രശ്നം പറ്റി. ഞാൻ പേസ്റ്റ് ചെയ്തില്ലേ. വെയിറ്റ് ചെയ്യാനാട്ടോ പറയുന്നു. ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ആവുള്ളൂ അല്ലേ. ഞാൻ വെയിറ്റ് ഇനി കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ ഒരു നമ്മുടെ ഇതിന് മുന്നിൽ നമ്മുടെ കാറിലൊന്ന് നമുക്ക് നമ്മുടെ വേൾഡ് ഒന്ന് കണ്ടിട്ട് വരാം. നല്ല നമ്മുടെ ബുദ്ധിന് എന്ത് പറ്റിയിട്ടുണ്ടോന്ന് അല്ല എനിക്ക് ചോദിക്കാനുള്ള ഒരു ഇതാണ്. ഈ എയ്റോപ്ലെയിൻ ഓടിക്കാൻ സാധിക്കുമോ? അതന്നെ എൻ്റെ എയ്റോപ്ലെയിൻ എയ്റോപ്ലെയിൻ എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലെയിനല്ല ഉദ്ദേശിച്ചത്, വലിയ പ്ലെയിനെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഒരു മുമ്പൊരു ഇതുണ്ടായിരുന്നു, ആർക്കൊക്കെ ഓർമ്മ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഒരു വണ്ടിയും കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ സാധിക്കും. നമുക്ക് ബൈക്കും കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ സാധിക്കും കേട്ടോ. ഞാൻ എന്തോ അമർത്തി ഗായ്സ്. നമ്മളിപ്പോൾ എന്ത് കാണിക്കും? നമ്മളിപ്പോൾ എന്ത് ചെയ്യും? പരസ്യമല്ലേ. പക്ഷേ കോൾ എൻ്റെത്, കാരണം ഞാൻ ഏതൊക്കെയോ നമ്പറൊക്കെ വിളിച്ചു. നമുക്ക് റിയൽ നമ്പർ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ മറ്റേ ബൈക്ക് കിട്ടുന്നുണ്ടോ? അതെ, നമ്മുടെ പണ്ടത്തെ ലെജൻഡറി ബൈക്ക്. ഇതൊക്കെ മറക്കാത്തവരായാലും ലെജൻഡറി ബൈക്ക് അത് പോയി ഒരു പവർ പോയിട്ട് ഗൈസ്.
ആ ഒരു സ്പെഷ്യൽ ഗെയിമിംഗ് പവർ പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പോയിട്ടോ ഗൈസ്. ഗെയിംസ് നമുക്ക് നാണോ ഫസ്റ്റ് നമ്മൾ അടിച്ചു സോറി അയ്യോ നമ്മൾ കറക്റ്റ് സമയത്ത് എടുത്ത് ഇപ്പം കഴിയും. എന്നിട്ട് നമ്മൾ ബാക്ക് അടിക്കുക. ഇത് വരുമ്പോൾ നമ്മളൊരു അടിപൊളി സ്കെലിറ്റനായി നിൽക്കും. എന്താ പോണ സാധാരണ നമ്മൾ പണ്ടൊക്കെ കാറിലാണ് ആൾക്കാർ കൊണ്ടുവരുന്നത്, അവരും ബൈക്കിൽ കൊണ്ടുവരും. ഇത് ആ സൈഡിൽ കൂടി ബൈക്കിലൊരാൾ. ഇതെന്താണോ ഈ അപ്ഡേറ്റ്? ഇതെങ്കിലും ആവട്ടെ. പേസ്റ്റ് പൊത്തിക്കിറങ്ങാം. നമുക്ക് ഗെയിമിൽ കയറാം. ഇനിയാണ് ശരിയാകാൻ പോകുന്നത്. ഇനി നമ്മൾ കയറുമ്പോൾ ഒരു സ്കെലിറ്റനായി നിൽക്കുന്നത് കാണാം, അല്ലെങ്കിൽ ചമ്മി നിൽക്കുന്നതും കാണാം. ചമ്മാനാണ് ചാൻസ് കൂടുതൽ. കയറി നോക്കാം. ചമ്മിയല്ലോ. ഓഹോ ചമ്മിയല്ലോ എന്തോ ഞാൻ അബദ്ധം കാണിച്ചെന്തോ. എന്തിലോ എന്തൊക്കെയോ കാണിച്ചു. ഞാൻ എന്തിനാ ഇത് ഏത് ഫയൽ അടിച്ച് നമുക്ക് ഗെയിമിൻ്റെ പത്തിക്ക് നോക്കാം. നമുക്ക് ഇന്ത്യൻ ബാക്സ് പ്ലഗിലേക്ക് നോക്കാം. സോറി നമ്മൾ അടിക്കേണ്ട സ്ഥലം ചെറുതായിട്ടൊന്ന് മാറി. PM1 അടിച്ചാലാണ് സ്കെലിറ്റനാവുക. PM1 പ്ലെയർ മോഡ് 1 ആക്ടിവേറ്റഡ് ആട്ടോ. നമുക്ക് ഗെയിമിന് വാങ്ങിയിട്ടൊന്ന് റീസ്റ്റാർട്ട് ആക്കി നോക്കാം. ഇനിയാണ് ഞാൻ ഇത്ര നേരം കാണിച്ച മണ്ടത്തരം ശരിയാവാൻ തോന്നുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ നമ്മൾ ചമ്മാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇതൊക്കെ കണ്ടതല്ലേ ഗൈസ്. കേൾക്കും. ദൈവമേ സ്കെലിറ്റനായി നിൽക്കണേ. സ്കെലിറ്റനൊക്കെ നമുക്ക് ഓസ്ട്രേലിയ പോട്ടോ. അതിൻ്റെ ആഘോഷപൂർവ്വം നമ്മൾ സ്കെലിറ്റനായി നിൽക്കുന്നു. ദിസ് ഈസ് ആഘോഷം. നമുക്ക് ഗോസ്റ്റ് റൈഡർ 1 മൊമെൻറ്റ്. ഗോസ്റ്റ് റൈഡറിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. പോമറ്റി ഇത് നമ്പർ ചിലപ്പോൾ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. 555 ഇതാണ് എൻ്റെ ഓർമ്മയിൽ ഗോസ്റ്റ് റൈഡർ. അതോ കുണ്ടമണ്ടമൊന്നും പറയില്ലടാ. എന്തോ സോറി എന്തോ സംഭവിച്ചെന്ന്. ദൈവമേ സ്കോട്ട്. നമ്മൾ ഗോസ്റ്റ് റൈഡർ ബൈക്ക് കിട്ടി. കയറിയൊക്കെ ശക്തിവാൻ ഒരു കാര്യമാണ്. ഇതൊക്കെ സ്വാഭാവികമല്ലേ ഗൈസ്? സ്വാഭാവികം തന്നെയാണല്ലോ. അയ്യോ മറ്റേ ജാക്കറ്റിൻ്റെ നമ്പറൊന്ന് ഞാൻ മറന്നു പോയി. നമുക്കൊന്ന് പോയിട്ട് വരാം. ബക്കൊന്ന് ഫ്രണ്ടിക്ക് പോവാം. തീ സാറാണ് വരാമല്ലോ.
തീ എന്താണ് ഞാൻ എന്തോ ഗ്ലിച്ച് വന്നിച്ചാൽ തീയൊക്കെ നീ പറ്റില്ല. കണോണ്ട ബൈക്കിൽ ഒരാൾക്കാരുണ്ട്. എന്നാലും ഇത് ഞാൻ എന്തോ ഒരു കാര്യം ഓടിക്കൊന്നു. മനുഷ്യന്മാരിരിക്കലോ, ഇത് ഗ്ലിച്ചാണോ? ഇത് എന്ത് പറയുമായും സത്യം തന്നെയല്ലേ? ഇതാ പോണു ചിക്കൻ. എടോ പിന്നെ നമുക്ക് ബൈക്ക് പുളിസാവും. തട്ടുപടുമ്പോൾ ഓടിക്കോ. ഓടി കയറിപ്പിക്കാം. ബുള്ളറ്റാണ്, പുതിയതാണ് തോന്നുന്നു. പിന്നെ അടിപൊളി പണ്ട് വന്നിട്ട് എനിക്ക് പറ്റാത്തൊരു സാധനമുണ്ടേ, കാണിച്ചോ. ഇതല്ല, ഒരു കാറാണ്. പ്ലഗ്-ഇൻ കോട്സ്. അത് ഈ കാർ മോൺസ്റ്റർ ഡയർ 2 അടിച്ചാലാണ് കിട്ടാൻ. 2 അടിച്ചാട്ടോ. എനിക്ക് ബൈക്ക് വേണ്ട, 2 മതി. നമുക്ക് 2 അടിച്ചു നോക്കാം എന്താണ് ഉണ്ടാവുക. ആദ്യ സ്കോഡ് ഇത് കൊണ്ടുപോയില്ല. മറക്കാണല്ലോ. നമുക്ക് ഇതിലൊക്കെ ചീറ്റ് കോൾ എൻ്റെ തോന്നി, എനിക്ക് തോന്നി ഇങ്ങനെ വരും. 1 ഞാൻ KGF ബൈക്ക് ഇട്ടുണ്ടായിരുന്നു. അടിക്കാൻ വേണ്ടി അത് ഇപ്രാവശ്യം ആകുമ്പോൾ പോയെന്നോന്നും ചെറിയൊരു ഡൗട്ട്. പോയി. നമുക്ക് പ്ലഗിന് പേസ്റ്റ് ചെയ്ത് നോക്കാം. സോറി, ഞാൻ അടിക്കേണ്ടത് മിക്കവാറും നിങ്ങളെൻ്റെ സമയം കഴിച്ചോളായിരിക്കും കണ്ടത്. ഈ മാസം വേണ്ടതേ. സ്റ്റോർ വാട്ട് ഈസ് ദിസ്? ബിസിനസ്സോ? വീഡിയോ ആണ്. ഞാനും വിചാരിച്ചു തണ്ടർബോൾട്ട് videos on store. I just others but ഇതൊക്കെ അറിയായി. എനിക്ക് ആർജസാണ്. ഡ്രോൺ വേണം, വേണ്ട സ്റ്റാർട്ട് വേണ്ട, ഫിനിഷും വേണം, ഒന്നും വേണ്ട. നമുക്കൊന്ന് തപ്പി നോക്കുമ്പോൾ ഇത് ഹെലികോപ്റ്റർ റിമോട്ടാണ്. അപ്പോൾ ഹൗസ് 1, ഹൗസ് 2, ഹൗസ് 3, ഹൗസ് 4 പണ്ടൊന്നും കഴിയില്ല. ബോട്ടുകളൊക്കെ ബോട്ടാണല്ലോ. മോൺസ്റ്റർ ആനിമൽസ് ഉണ്ടാവും. സ്പൈഡർ, ഇത് ഞാൻ ആദ്യമായിട്ട് നോക്കിയിരിക്കുന്നത്. സ്പൈൻസോസറസ് 5599 ആണ് കേട്ടോ കോഡ്. നമുക്കൊന്ന് വെച്ചോക്കാം. 5599 ദൈവമേ. Introducing the new Philips 2-in-1 hair styler. നമ്മളിപ്പോൾ കഴിയും ചാൻസ് ഉണ്ട്. ഞാൻ എന്തോ തെറ്റയിലിടൂ. 559 ബസ്സാണ്. ബസ് തന്നെയാണല്ലോ. 5599 ഓൾ ആനിമൽസ്. ഇത് എന്തെങ്കിലും പഠിക്കട്ടെ. ഓക്കെ, ട്രക്സ് നോക്കാം.
വേറെന്തെങ്കിലും പുതിയത് വന്നതാ? അത് നമ്മളെ ലെജൻഡറി സാധനങ്ങൾ തന്നെ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് മോൺസ്റ്റർ ട്രക്സ് നോക്കാം. ഇതൊക്കെ ലെജൻഡറി. ബൈക്ക് സ്പ്ലെൻഡർ. നമുക്ക് EMX അല്ല, ഒരു അടിപൊളി ബൈക്ക് നമുക്ക് KTM ന്യൂ. എന്തോ സൗണ്ട് കേൾക്കണോ? ഓക്കെ, ടുക്കാറ്റി നിഞ്ച ചിറ്റുവാർ. ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് നമുക്ക് കവസാക്കി നിഞ്ച ചിറ്റുവാർ എടുത്തിട്ട് നമുക്ക് റൈഡ് എടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നാൽ ഫുൾ സിമ്പിളായിരുന്നു. എന്നാലും ഒരു ലൈക്ക് തന്നാൽ നല്ലതായിരുന്നു. അല്ലെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കണ്ടവർ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം അടുത്ത ചമ്മൽ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.